ലോകത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ ഏറ്റവും വലിയ വിപ്ലവം കൊണ്ടുവന്ന ഒരു കണ്ടുപിടുത്തം റെയിൽവേ ആണെങ്കിൽ അതിന്റെ പിന്നിലെ മഹാന്മാരെക്കുറിച്ച് അറിയേണ്ടതില്ലേ? ഇന്ന് നമുക്ക് റെയിൽവേയുടെ തുടക്കം മുതൽ അതിന്റെ വളർച്ചയിലും മാറ്റങ്ങളിലുമായി ഒരു യാത്ര നടത്താം. ലോകത്തിലെ ആദ്യത്തെ ട്രെയിൻ മുതൽ അതിന്റെ വളർച്ചയ്ക്ക് മുഖ്യ കാരണമായ ചില മഹാന്മാരെയും അറിയാം. റെയിൽവേ ചരിത്രത്തിലെ പ്രാധാന്യമുള്ള ചില വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചിന്തിക്കേണ്ട, ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ചെല്ലാം പഠിക്കാം. ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. BC 600-ൽ ഗ്രീസിലാണ് റെയിൽവേയുടെ ആദ്യത്തെ മാതൃക നിലവിൽ വന്നത്. ഇംഗ്ലണ്ടിലെ ജോർജ് സ്റ്റീഫൻസൺ ആണ് റെയിൽവേയുടെ പിതാവെന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. പൊതുഗതാഗതത്തിനായി ആദ്യത്തെ റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചത് സ്റ്റീഫൻസൺ ആണ്. നീരാവി എഞ്ചിൻ കണ്ടുപിടിച്ച റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ എഞ്ചിനീയറായിരുന്നു ജോർജ് സ്റ്റീഫൻസൺ. 1781 ജൂൺ 9-നാണ് അദ്ദേഹത്തിന്റെ ജനനം. ദാരിദ്ര്യം മൂലം വിദ്യാഭ്യാസം ചെയ്യാനാകാതെ പശുക്കളെയും കുതിരകളെയും മേയ്ക്കുന്ന ജോലിയിൽ ജോർജ് ഏർപ്പെട്ടു. 14-ാം വയസ്സിൽ ഒരു യന്ത്രശാലയിൽ ജോലി കിട്ടി. വിശ്രമവേളകളിൽ യന്ത്രങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ജോർജ് വായിച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നീട് കൽക്കരി ഖനികളിൽ എഞ്ചിനീയറായി പണിയെടുത്തു. താമസിക്കാതെ തന്നെ അദ്ദേഹം ആവിശക്തി കൊണ്ട് ഓടിക്കാവുന്ന ഒരു യന്ത്രം നിർമ്മിച്ചു. പിന്നീട് ലിവർപൂളിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്ക് ഒരു റെയിൽ പാത നിർമ്മിക്കുന്നതിന് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. ഈ പാതയിലൂടെ തീവണ്ടി ഓടുകയും ചെയ്തു. 1848 ഓഗസ്റ്റ് 12-ാം തീയതിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. റെയിൽവേയുടെ ഉത്ഭവം 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണുണ്ടായത്. ആദ്യകാലത്ത് കല്ലുപാതയിലും കട്ടിയുള്ള മരപ്പാതയിലുമായിരുന്നു ഗതാഗതം നടത്തിയിരുന്നത്. ഹോഴ്സ് ഡ്രോൺ റെയിൽവേ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഹോഴ്സ് ഡ്രോൺ റെയിൽവേ എന്നത് കുതിരകളാൽ ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിപ്പാതയായിരുന്നു. കുതിരകൾ റെയിൽവേ പാതയിൽ ചേർത്തിട്ടുള്ള തള്ളുവണ്ടികൾ വലിച്ചു കൊണ്ടുപോകുമായിരുന്നു. സാധനങ്ങൾ, ഖനിയിലെ ഉൽപ്പന്നങ്ങൾ ചിലയിടങ്ങളിൽ യാത്രക്കാരെയും കൈമാറുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇത്. 1830-ൽ ലിവർപൂൾ മാഞ്ചസ്റ്റർ റെയിൽവേ തുടങ്ങിയപ്പോൾ റെയിൽവേ ഗതാഗതം വ്യാപകമായി. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായി. 1830-നും 40-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിൽ ആദ്യ റെയിൽവേ മാർഗങ്ങൾ സ്ഥാപിച്ചു. 1850-നും 60-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും റെയിൽവേ വ്യാപിച്ചു. 1869-ൽ അമേരിക്കയിലെ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ പൂർത്തിയായി. ഈ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു മഹാദ്വീപ് കടന്നു പോകുന്ന ദീർഘദൂര റെയിൽവേ മാർഗത്തെയാണ്. ഇത് വലിയ ഭൂഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുകയും ദീർഘദൂര യാത്രകൾ എളുപ്പമാക്കുകയും ചെയ്യുന്നു. 1904-ൽ റഷ്യയിലെ ട്രാൻസ് സൈബീരിയൻ റെയിൽവേയുടെ പ്രവർത്തനവും തുടങ്ങി. ട്രാൻസ് സൈബീരിയൻ റെയിൽവേ റഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ലൈനാണ്. മോസ്കോ മുതൽ വടക്ക് പടിഞ്ഞാറൻ പസഫിക് തീരം വരെ ഇത് കടന്നു പോകുന്നുണ്ട്. 9289 കിലോമീറ്ററാണ് ഈ റെയിൽവേയുടെ ദൈർഘ്യം. ഈ റെയിൽവേ യൂറോപ്പ്, ഏഷ്യ, ചൈന, മംഗോളിയ എന്നിവയുമായി റഷ്യയെ ബന്ധിപ്പിക്കുന്നതിനാൽ സാമ്പത്തിക സാംസ്കാരികമായി വലിയ പ്രാധാന്യം വഹിക്കുന്നു. ഇത് ആദ്യമായി യാന്ത്രിക തീവണ്ടി അതായത് സ്റ്റീം ലോക്കോമോട്ടീവ് ഉപയോഗിച്ച റെയിൽവേ ആയിരുന്നു. ലോകത്തിലെ ആദ്യ അതിവേഗ തീവണ്ടി ജപ്പാനിൽ 1964-ൽ ആരംഭിച്ച ഷിൻകാൻസൻ ആയിരുന്നു. 210 km/h ആയിരുന്നു ആദ്യഘട്ടത്തിലെ പരമാവധി വേഗത. ടോക്കിയോ മുതൽ ഒസാക്ക വരെ 515 കിലോമീറ്ററാണ് ഓടിയിരുന്നത്. പിന്നീട് ഇതിന്റെ മാതൃക അനുസരിച്ച് ഫ്രാൻസ്, ജർമ്മനി, ചൈന, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലും അതിവേഗ റെയിൽവേ വികസിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനായി ഷിൻകാൻസൻ അറിയപ്പെടുന്നു. ലോകത്തെ 4ാമത്തെ റെയിൽവേ എന്നറിയപ്പെടുന്നത് UK-യിലെ ഗ്രാൻഡ് ജംഗ്ഷൻ റെയിൽവേ ആണ്. 1837-ലാണ് ഇത് ആരംഭിച്ചത്. ബ്രിട്ടനിലെ ആദ്യത്തെ അന്തർനഗര റെയിൽവേയാണിത്.
ലിവർപൂൾ മാഞ്ചസ്റ്റർ റെയിൽവേയെ ലണ്ടനുമായി ഇത് ബന്ധിപ്പിച്ചു. ലോകത്തിലെ മൂന്നാമത്തെ റെയിൽവേയാണ് അയർലൻഡിലെ ഡബ്ലിൻ ആൻഡ് കിങ്സ്റ്റൗൺ റെയിൽവേ. അയർലൻഡിലെ ആദ്യത്തെ റെയിൽവേ ലൈനായിരുന്നു ഇത്. 1834 ഡിസംബർ 17 പ്രവർത്തനം ആരംഭിച്ചു. 1831 ആർതർ മോർഗൻ എന്ന എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പ്ലാൻ തയ്യാറാക്കി. 1834 നിർമ്മാണം പൂർത്തിയായി. ഡബ്ലിനിലെ വെസ്റ്റ്ലാൻഡ് റോം മുതൽ കിങ്സ്റ്റൺ വരെയായിരുന്നു ആദ്യ റൂട്ട്. 1854 ഗ്രേറ്റ് സതേൺ ആൻഡ് വെസ്റ്റേൺ റെയിൽവേ ഈ റെയിൽവേ ഏറ്റെടുത്തു. പിന്നീട് ഇത് ഡബ്ലിൻ ആൻഡ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയായി വികസിച്ചു. 1925 ഗ്രേറ്റ് സതേൺ റെയിൽവേസ് എന്നതിൽ ഉൾപ്പെടുത്തി. 20-ാം നൂറ്റാണ്ടിൽ ഈ റെയിൽവേ ലൈനിന്റെ ഒരു ഭാഗം ഡബ്ലിൻ ഏരിയ റാപ്പിഡ് ട്രാൻസിറ്റ് ആയി മാറി. ഇപ്പോഴും ഡബ്ലിനിലെ പ്രധാന പാസഞ്ചർ ട്രെയിൻ റൂട്ടുകളിൽ ഒന്നാണിത്. 16-17-ാം നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ ഖനികളിൽ, പ്രത്യേകിച്ച് ജർമ്മനി, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ വുഡൻ റെയിൽവേകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. 18-ാം നൂറ്റാണ്ടോടെ ഇരുമ്പ് റെയിലുകൾ വന്നതോടുകൂടി വുഡൻ റെയിലുകളുടെ പ്രചാരം കുറഞ്ഞു. പരന്ന മരച്ചില്ലകൾ അല്ലെങ്കിൽ തടിത്തണ്ടികൾ ഉപയോഗിച്ചാണ് പാതകൾ നിർമ്മിച്ചിരുന്നത്. മെറ്റൽ റെയിലുകളുടെ ഉപയോഗം 18-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. ആദ്യം ഉപയോഗിച്ചിരുന്ന വിറക് ട്രാക്കുകളുടെ മുകളിൽ ഇരുമ്പ് പ്ലേറ്റുകൾ പതിച്ച് ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത്. 1760 ബ്രിട്ടനിലെ കോൾവേ ഗ്രൂവ് റെയിൽ ട്രാക്കുകൾ ശ്രദ്ധേയമായി. 1800-കളിൽ ഇരുമ്പ് റെയിലുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. 1825 സ്റ്റീഫൻസൺ രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ആദ്യ പൊതുമാർഗ റെയിൽവേ സ്റ്റോക്ടൺ ആൻഡ് ഡാർലിംഗ്ടൺ റെയിൽവേയിലും ഇരുമ്പ് റെയിലുകളാണ് ഉപയോഗിച്ചത്. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ സ്റ്റീൽ റെയിലുകൾ ഉപയോഗത്തിലേക്ക് മാറി. 1857 ഹെൻറി ബെസിമർ വികസിപ്പിച്ച ബെസിമർ പ്രക്രിയ വഴി സ്റ്റീൽ ഉൽപാദനം കുത്തനെ വർദ്ധിച്ചു. ഇത് കൂടുതൽ ദൃഢതയുള്ള റെയിലുകൾ ഉണ്ടാക്കാൻ സഹായിച്ചു. ആധുനിക റെയിൽവേ ട്രാക്കുകൾ മാംഗനീസ് സ്റ്റീൽ, ഹൈ ടെൻസൈൽ സ്റ്റീൽ എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. കൂടാതെ ഹൈസ്പീഡ് ട്രെയിനുകൾക്കായി വെൽഡഡ് റെയിൽ ട്രാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും സ്റ്റീം എഞ്ചിൻ വികസിപ്പിക്കപ്പെട്ടു. 1606 കാലഘട്ടത്തിലാണ് ആദ്യ സ്റ്റീം എഞ്ചിൻ പദ്ധതി ജിയോവാന്നി ബ്രാൻക അവതരിപ്പിച്ചത്. 1698 തോമസ് സാവറി ഒരു സ്റ്റീം ചാലിത പമ്പ് വികസിപ്പിച്ചു. 1712 തോമസ് ന്യൂകോമൻ സ്റ്റീം എഞ്ചിൻ വികസിപ്പിച്ചു. ഇത് ഖനിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിച്ചു. 1769 ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിനിൽ വലിയ പുതുമകൾ കൊണ്ടുവന്നു. ഇത് വ്യാവസായിക ഉൽപാദനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. 20-ാം നൂറ്റാണ്ടിൽ ഇന്ധനോത്ഭവങ്ങൾ വികസിപ്പിച്ചതോടെ സ്റ്റീം പവർ പഴയ പടിവാതിൽ പിന്നിട്ടെങ്കിലും ഇപ്പോഴും ചില വ്യവസായങ്ങളിലും വൈദ്യുതി ഉൽപാദനത്തിലും സ്റ്റീം എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു. ആദ്യ ഇലക്ട്രിക് ട്രെയിൻ 1879 ജർമ്മനിയിലെ ബെർലിനിൽ സീമെൻസ് ആൻഡ് ഹൽസ്കെ കമ്പനി പരീക്ഷിച്ചു. ഇലക്ട്രിക് റെയിൽവേയുടെ ഉത്ഭവം 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലായിരുന്നു. 1879 ജർമ്മൻ എഞ്ചിനീയർ ആയ വേർണർ വോൺ സീമൻസ് ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ബ്രിട്ടനിലെ ബെർലിനിലെ ഒരു പ്രദർശനത്തിൽ അവതരിപ്പിച്ചു. ഇതിനുശേഷമാണ് ഇലക്ട്രിക് റെയിൽവേകൾ വ്യാപകമായി വികസനം ആരംഭിച്ചത്. 1890-കളിൽ ലണ്ടനിലെ സിറ്റി ആൻഡ് സൗത്ത് ലണ്ടൻ റെയിൽവേ ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് അണ്ടർഗ്രൗണ്ട് റെയിൽവേയായി തുടക്കം കുറിച്ചു. 1903 ജർമ്മനിയിലെ പരീക്ഷണ റെയിൽവേ 210.3 km/h വേഗത കൈവരിച്ചു. ഇത് ആധുനിക ഹൈസ്പീഡ് ട്രെയിനുകളുടെ തുടക്കമായിരുന്നു. 1964 ജപ്പാനിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഷിൻകാൻസനും ഇലക്ട്രിക് ട്രാക്കുകളിൽ ഓടിത്തുടങ്ങി. ഇലക്ട്രിക് പവർ റെയിൽ എന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു റെയിൽവേ സംവിധാനമാണ്. ഇതിൽ ട്രെയിനുകൾക്ക് എനർജി നൽകുന്നതിനായി വൈദ്യുതി ശക്തി ഉപയോഗിക്കുന്നു. ഡീസൽ അല്ലെങ്കിൽ കോൾ ഉപയോഗിച്ചിരുന്ന പഴയ സിസ്റ്റങ്ങൾക്ക് പകരമായാണ് ഇത് വികസിപ്പിച്ചെടുത്തത്.
ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റെയിൽവേ സംവിധാനങ്ങൾ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ആരംഭിച്ചു. മുൻപ് ഉപയോഗിച്ചിരുന്ന സ്റ്റീം എഞ്ചിനുകളെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിനുകൾ കൂടുതൽ ശക്തിയുള്ളതും ഇന്ധനക്ഷമവുമായിരുന്നു. 1910 കാലഘട്ടം മുതൽ 20 വരെ യൂറോപ്പിലും അമേരിക്കയിലും ഡീസൽ എഞ്ചിൻ റെയിൽവേ മേഖലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചിരുന്നു. 1925-ൽ ജർമ്മൻ കമ്പനിയായ മാൻ ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് വികസിപ്പിച്ചു. 1930കളിൽ അമേരിക്കൻ കമ്പനിയായ ജനറൽ മോട്ടോഴ്സ് ഡീസൽ ഇലക്ട്രിക് എഞ്ചിനുകൾ വ്യാപകമായി വികസിപ്പിച്ചു. 1939ൽ ബർലിംഗ്ടൺ സീഫർ എന്ന ട്രെയിൻ ഡീസൽ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് വേഗതയേറിയ ദീർഘദൂര യാത്രകൾ നടത്താൻ തുടങ്ങി. ബ്ലെങ്കിൻസോപ്പ് ഒരു ഇംഗ്ലീഷ് എഞ്ചിനീയറും ആവിഷ്കർത്താവുമായിരുന്നു. 1783ൽ ഇംഗ്ലണ്ടിലെ ഫിലാഡൽഫിയയിൽ ജനിച്ച ജോൺ വ്യവസായ വിപ്ലവകാലത്ത് തീവണ്ടി എഞ്ചിനീയറിംഗിൽ നിർണായകമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. റോക്ക് ആൻഡ് പിനിയോൺ റെയിൽവേ ജോണിന്റെ പ്രധാന കണ്ടുപിടുത്തമായിരുന്നു. സാധാരണ തീവണ്ടികൾ ചെറുവഴികളിൽ അമിതഭാരം മൂലം പിഴച്ചുപോകാൻ സാധ്യതയുണ്ടായിരുന്നതിനാൽ 1811ൽ അദ്ദേഹം ഒരു പ്രത്യേക തീവണ്ടി മാതൃക രൂപകൽപ്പന ചെയ്തു. 1812ൽ ജോൺ രൂപകൽപ്പന ചെയ്ത തീവണ്ടിയായിരുന്നു മിഡിൽട്ടൺ റെയിൽവേ. ഇതിലൂടെ ഭാരം കൂടിയ ചരക്കു വണ്ടികൾ എളുപ്പത്തിൽ നീങ്ങാൻ കഴിയും എന്നത് തെളിയിക്കപ്പെട്ടു. ജോൺ ബ്ലെങ്കിൻസോപ്പിന്റെ റാക്ക് ആൻഡ് പിനിയോൺ സംവിധാനം ആധുനിക മലമ്പ്രദേശ റെയിൽവേകളുടെ തുടക്കം കുറിച്ചു. 1831ൽ അദ്ദേഹം മരണമടഞ്ഞു. ജോർജ് ബ്രാഡ്ഷാ ഒരു ബ്രിട്ടീഷ് പ്രസാധകനും കാർട്ടോഗ്രാഫറുമായിരുന്നു. 1801ൽ ഇംഗ്ലണ്ടിലെ ലാംകാഷെയർ എന്ന സ്ഥലത്ത് ജനിച്ച അദ്ദേഹം റെയിൽവേ ഗൈഡുകളുടെയും ടൈം ടേബിളുകളുടെയും പ്രസാധകൻ എന്ന രീതിയിൽ വളരെ പ്രശസ്തനായിരുന്നു. 1839ൽ ബ്രാഡ്ഷാസ് റെയിൽവേ ടൈം ടേബിൾസ് എന്ന പുസ്തകം പുറത്തിറക്കി. ഇത് ബ്രിട്ടാനിക്കയിലെ ആദ്യത്തെ സമഗ്രമായ റെയിൽവേ ടൈം ടേബിളായി പരിഗണിച്ചിരുന്നു. 1840ൽ ബ്രാഡ്ഷാസ് ഗൈഡ് പ്രസിദ്ധീകരിച്ചു. ഇതിന്റെ പ്രചാരം പിന്നീട് യൂറോപ്പിലേക്കും വ്യാപിച്ചു. റെയിൽവേ യാത്രക്കാർക്ക് സഹായകരമാകുന്ന ബ്രാഡ്ഷാസ് കോണ്ടിനെന്റൽ റെയിൽവേ ഗൈഡ് എന്ന പ്രസിദ്ധീകരണവും നടപ്പിലാക്കിയിരുന്നു. 1853ൽ ക്യാൻസർ ബാധിച്ചാണ് ജോർജ് ബ്രാഡ്ഷാ മരണപ്പെടുന്നത്. മത്തിയാസ് ഡബ്ല്യു ബാൾഡ്വിൻ ഒരു അമേരിക്കൻ കണ്ടുകെട്ടുകാരനും വ്യവസായിയുമായിരുന്നു. 1795ൽ ജനിച്ച അദ്ദേഹം ബാൾഡ്വിൻ ലോക്കോമോട്ടീവ് വർക്ക്സ് എന്ന പ്രശസ്തമായ കമ്പനി സ്ഥാപിച്ചു. 19ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ പ്രമുഖ റെയിൽവേ എഞ്ചിൻ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ബാൾഡ്വിൻ. 1831ൽ തന്റെ ആദ്യ സ്റ്റീം എഞ്ചിൻ നിർമ്മിച്ച് ബഹുഭൂരിപക്ഷം അമേരിക്കൻ റെയിൽവേ കമ്പനികൾക്കായി ലോക്കോമോട്ടീവ് നിർമ്മിക്കാൻ തുടങ്ങി. 1866ൽ അദ്ദേഹം മരണപ്പെടുകയും എന്നാൽ അദ്ദേഹത്തിന്റെ കമ്പനി പിന്നീട് 18ാം നൂറ്റാണ്ട് മുഴുവൻ അമേരിക്കയിലെ പ്രധാന ലോക്കോമോട്ടീവ് നിർമ്മാതാക്കളിൽ ഒന്നായി തുടരുകയും ചെയ്തിരുന്നു. 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 18ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും തടിപ്പാളങ്ങളോട് ചേർത്ത ഇരുമ്പ് തിളമ്പുകൾ അയൺ സ്ട്രാപ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനധികം ആയുസ്സില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ മാർഗങ്ങൾ തേടേണ്ടി വന്നു. 1738ൽ ബ്രിട്ടനിലെ റിച്ചാർഡ് റെയ്നോൾഡ്സ് തടിപ്പാളം പൂർണ്ണമായും ഇരുമ്പുപയോഗിച്ച് നിർമ്മിക്കാൻ ആരംഭിച്ചു. 1767ൽ കോൾ ബ്രൂക്ക്ഡെയിൽ കമ്പനിയാണ് ആദ്യമായി ഇരുമ്പ് റെയിലുകൾ ഉപയോഗിച്ച് ട്രാക്കുകൾ നിർമ്മിച്ചത്. 1789ൽ ബ്രിട്ടനിലെ റെയിൽവേയിൽ കൂടിയായിരുന്നു ഇരുമ്പ് റെയിലുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത്. 1830ഓടുകൂടി ഇരുമ്പിനേക്കാൾ ശക്തിയേറിയ സ്റ്റീൽ റെയിലുകൾ വികസിപ്പിക്കുകയും റെയിൽവേ വ്യവസായത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരികയും ചെയ്തു. ആദ്യകാല ഇരുമ്പ് റെയിലുകൾ വളരെ മോശമായ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവ വളരെ വേഗത്തിൽ തകരുകയും ചെയ്തു. ഇത് പരിഹരിക്കാൻ വേണ്ടി ഇരുമ്പ് പാളങ്ങളിൽ നിരവധി പരീക്ഷണങ്ങൾ നടന്നു. ഒടുവിൽ സ്റ്റീൽ ഉപയോഗിച്ചുള്ള എഡ്ജ് റെയിൽസ് വികസിപ്പിക്കപ്പെട്ടു. എഡ്ജ് റെയിലുകൾ എന്നത് തീവണ്ടി ചക്രങ്ങൾ റെയിലിന്റെ മുകളിലിരുത്തി ഗതാഗതം സാധ്യമാക്കുന്ന രീതിയിലുള്ള റെയിലുകളാണ്. ഇത് പഴയ പ്ലേറ്റ് റെയിൽസ് എന്നിവയ്ക്ക് പകരമായി രൂപം കൊണ്ടതാണ്.
1802-ൽ ഇംഗ്ലണ്ടിലെ വില്യം ജേസോപ്പ് ആദ്യമായി ഫ്ലാങ്ക്ഡ് വീൽസ് ഉപയോഗിച്ചുകൊണ്ട് എഡ്ജ് റെയിൽ സിസ്റ്റം വികസിപ്പിച്ചു. 1820-ൽ ജോൺ ബെർക്കിൻഷാ തുടർച്ചയായി നിർമ്മിക്കാവുന്ന റോഡ് അയൺ റെയിൽസ് വികസിപ്പിച്ചു. ഇതാണ് ആധുനിക സ്റ്റീൽ റെയിലുകളുടെ അടിസ്ഥാനം. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തിൽ സ്റ്റീൽ നിർമ്മാണം വ്യാപകമായി ആരംഭിച്ചപ്പോൾ റെയിൽവേയിൽ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ ഇരുമ്പിൽ നിന്ന് സ്റ്റീലിലേക്കായി മാറി. 1857-ൽ റോബർട്ട് മുസ്ഹെറ്റ് ആദ്യമായി താപപ്രക്രിയ ചെയ്ത സ്റ്റീൽ റെയിൽ വികസിപ്പിച്ചു. റെയിൽവേ ഗേജ് എന്നത് രണ്ട് റെയിൽ ട്രാക്കുകൾ തമ്മിലുള്ള അകലമാണ്. വിവിധ രാജ്യങ്ങളിലും കാലഘട്ടങ്ങളിലും ഗേജ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആദ്യകാലത്തിൽ കൂനിക്കളരിപ്പാതം വാഗൺ വേസ് ഉപയോഗിച്ചപ്പോൾ പ്രത്യേക ഗേജുകൾ ഉണ്ടായിരുന്നില്ല. 18-ാം നൂറ്റാണ്ടിൽ കൽക്കരിഖനികളിൽ ഉപയോഗിച്ചിരുന്ന പാതകളിൽ 800 മില്ലിമീറ്റർ മുതൽ 1000 മില്ലിമീറ്റർ ഗേജുകൾ സാധാരണമായിരുന്നു. 1825-ൽ ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റോക്ടൺ ആൻഡ് ഡാർലിംഗ്ടൺ റെയിൽവേ 1435 മില്ലിമീറ്റർ എന്ന അളവിൽ രൂപകൽപ്പന ചെയ്തു. യൂറോപ്പ്, അമേരിക്ക, ചൈന, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ 85% റെയിൽവേകളും സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. ലോകത്തിലെ ആദ്യ ബ്രോഡ്ഗേജ് പാത 1830-ൽ ബ്രിട്ടനിൽ നിർമ്മിക്കപ്പെട്ടു. അതിന്റെ ഉദാഹരണമാണ് ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ. 1838-ൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ഇസാംബാർഡ് കിങ്ഡം രൂപകൽപ്പന ചെയ്ത 7 അടി 2140 മില്ലിമീറ്റർ ആണ് ബ്രോഡ്ഗേജ് റെയിൽവേ. ഇത് സ്റ്റാൻഡേർഡ് ഗേജിനേക്കാൾ വേഗതയും സ്ഥിരതയും നൽകുന്നതിനായി നിർമ്മിച്ചിരുന്നു. 1892-ഓടെ ബ്രിട്ടനിലെ എല്ലാ ബ്രോഡ്ഗേജുകളും സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് മാറ്റി. അതിനാൽ ബ്രൂണലിന്റെ ബ്രോഡ്ഗേജ് നീക്കം ചെയ്യപ്പെട്ടു. ബ്രൂണലിന്റെ ആശയമനുസരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ബ്രോഡ്ഗേജുകൾ വികസിച്ചു. ഇന്ത്യയും റഷ്യയും 1520 മില്ലിമീറ്ററും, അയർലൻഡ് 1600 മില്ലിമീറ്ററും, സ്പെയിൻ 1668 മില്ലിമീറ്ററും തുടങ്ങി പല രാജ്യങ്ങളും ബ്രോഡ്ഗേജ് ഉപയോഗിച്ചു വരുന്നു. സാധാരണ ഗേജുകളെ അപേക്ഷിച്ച് കുറവായ ട്രാക്ക് വീതിയുള്ള റെയിൽവേ സിസ്റ്റമാണ് നാരോ ഗേജ്. 1435 മില്ലിമീറ്റർ കുറവായ പാള വീതി വരുന്നവയാണ് നാരോ ഗേജ് എന്നറിയപ്പെടുന്നത്. ആദ്യ നാരോ ഗേജ് റെയിൽവേ 1810-കളിൽ യൂറോപ്പിലും അമേരിക്കയിലുമാണ് ചെറിയ ഖനികൾക്കും വ്യവസായങ്ങൾക്കും വേണ്ടി രൂപം കൊണ്ടത്. 1830-ൽ ചെറുകിട ഗതാഗത ആവശ്യങ്ങൾക്കായി 760 മില്ലിമീറ്ററും 1000 മില്ലിമീറ്ററും എന്നിവയുള്ള നാരോ ഗേജുകൾ വികസിപ്പിച്ചെടുത്തു. റെയിൽവേ എഞ്ചിനീയർ കാൾ നോർവേക്കാരനും റോബർട്ട് ഫെയർലി ബ്രിട്ടീഷുകാരനെയുമാണ് നാരോ ഗേജിന്റെ പ്രചാരകരായി കണക്കാക്കുന്നത്. കിഴക്കൻ യൂറോപ്പ്, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിൽ നാരോ ഗേജ് റെയിൽവേ വ്യാപകമായി ഉപയോഗിച്ചു. ഇന്ത്യയിലടക്കം മലയോര വ്യവസായിക വിനോദസഞ്ചാര മേഖലകളിൽ നാരോ ഗേജ് ഉപയോഗിച്ചു. 1000 മില്ലിമീറ്റർ അതായത് 1 മീറ്റർ വീതിയുള്ള റെയിൽവേ പാളിയാണ് മീറ്റർ ഗേജ്. ഇത് ബ്രോഡ് ഗേജിനേക്കാൾ ചെലവ് കുറവായി നിർമ്മിക്കാൻ കഴിയുന്നതിനാൽ ലോകമെമ്പാടും പല രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ചു. 1871-ൽ ഫ്രാൻസ് ആണ് ലോകത്തിലെ ആദ്യത്തെ മീറ്റർ ഗേജ് റെയിൽവേ നിർമ്മിച്ചത്. ചെറിയ നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഫ്രഞ്ച് എഞ്ചിനീയർമാരായ പോൾ ഡീകാവില്ലെയും ജീൻ ക്ലാരറ്റുമാണ് മീറ്റർ ഗേജ് റെയിൽവേ വികസിപ്പിച്ചത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പ്, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക, ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ മീറ്റർ ഗേജ് വ്യാപകമായി ഉപയോഗിച്ചു. 1873-ൽ ഇന്ത്യയിലെ ആദ്യ മീറ്റർ ഗേജ് റെയിൽവേ അഹമ്മദാബാദ് മൗണ്ട് അബു റൂട്ടിൽ ആരംഭിച്ചു. തായ്ലൻഡ്, മ്യാൻമാർ, വിയറ്റ്നാം ഇന്നും മീറ്റർ ഗേജ് വ്യാപകമായി ഉപയോഗിക്കുന്നു. റെയിൽവേ ട്രാക്കുകളുടെ ദിശമാറ്റം സുഗമമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സ്വിച്ചസ് ആൻഡ് ക്രോസിംഗ്സ്. രണ്ട് ട്രാക്കുകൾ തമ്മിൽ മുട്ടുമ്പോൾ അവയ്ക്ക് കൃത്യമായി കടന്നുപോകാനുള്ള സംവിധാനമാണ് ക്രോസിംഗ്. ആധുനിക സിസ്റ്റം വികസിപ്പിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്. റെയിൽവേ കുതിപ്പേറിയപ്പോൾ ചാൾസ് ഫോക്സ് ബ്രിട്ടീഷുകാരനാണ് റെയിൽവേ ട്രാക്കുകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള മെക്കാനിക്കൽ സിസ്റ്റങ്ങൾ വികസിപ്പിച്ചത്.
ഇന്ന് ഡിജിറ്റൽ ആൻഡ് ഇലക്ട്രോണിക് സ്വിച്ചുകൾ വളരെ വിപുലമായിരിക്കുന്നു. ഇന്റർലോക്കിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. കണ്ടിന്യൂസ് വെൽഡഡ് റെയിൽ (CWR) എന്നത് ചെറുതായിട്ടോ വലുതായിട്ടോ സെക്ഷനായി വെട്ടിയെടുത്ത റെയിൽ പാളങ്ങൾ ഒരുമിച്ച് വെൽഡിംഗ് ചെയ്ത് ഒരു നീളം കൂടിയ സ്റ്റീൽ ട്രാക്ക് രൂപപ്പെടുത്തിയ സാങ്കേതിക വിദ്യയാണ്. ഇതിലൂടെ താണ്ടിയ റെയിൽ ജോയിന്റുകൾ യാത്രയ്ക്ക് കൂടുതൽ മൃദുവായ അനുഭവം നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. കണ്ടിന്യൂസ് വെൽഡഡ് റെയിൽ കണ്ടുപിടിച്ചതിന് കൃത്യമായ ഒരാൾക്ക് ക്രെഡിറ്റ് നൽകാൻ കഴിയില്ല. കാരണം ഇതിന്റെ വികസനം വിവിധ രാജ്യങ്ങളിൽ പലരും ചേർന്നാണ് നടത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും 1930-ലും 1940-ലും നടന്ന റെയിൽവേ വികസന പ്രവർത്തനങ്ങളാണ് CWRന്റെ വ്യാപക ഉപയോഗത്തിന് വഴിയൊരുക്കിയത്. 1930കളിൽ അമേരിക്കൻ റെയിൽവേ എഞ്ചിനീയേഴ്സ് CWRന്റെ പ്രായോഗിക സാധ്യതകൾ പരിശോധിച്ചു. 1940കളിൽ ചിക്കാഗോ, മിൽവോക്കി, സെന്റ് പോൾ ആൻഡ് പസഫിക് റെയിൽറോഡ് ആദ്യമായി CWR പരീക്ഷിച്ചു. 1950കളിൽ CWR യൂറോപ്പിലും മറ്റിടങ്ങളിലുമായി വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങുകയായിരുന്നു. സാധാരണ പാളങ്ങളിൽ ഉണ്ടാകുന്ന ജോയിന്റ് ബമ്പ് ഇല്ലാതാക്കുകയും ട്രെയിനിന്റെ കേടുപാടുകൾ കുറയ്ക്കുകയും ഉയർന്ന വേഗതയും സുരക്ഷയും കൈവരിക്കാനും ഉയർന്ന ശബ്ദവും വൈബ്രേഷനും കുറയ്ക്കാനും ഈ ഒരു കണ്ടിന്യൂസ് വെൽഡഡ് റെയിലിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ താപനില വ്യത്യാസങ്ങൾ മൂലം റെയിൽ വളയാനും തകരാനും സാധ്യത കൂടുതലാണ്. സാധാരണ റെയിൽ പാളങ്ങളേക്കാൾ CWR സ്ഥാപിക്കാനേറിയ ചിലവ് വളരെ കൂടുതലാണ്. കൂടെ റെയിൽ പാളങ്ങളുടെ താപ തീവ്രത നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക ഗുണനിലവാരങ്ങൾ പാലിക്കണം. ഇന്ന് ലോകമെമ്പാടുമുള്ള മിക്ക പ്രധാന റെയിൽവേ സിസ്റ്റങ്ങളിലും CWR ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഹൈസ്പീഡ് ട്രെയിനുകൾ, മെട്രോ റെയിൽവേ, ഇന്റർസിറ്റി ട്രെയിനുകൾ എന്നിവയ്ക്ക് ഇത് അനിവാര്യമായി മാറിയിട്ടുണ്ട്.